നമസ്കാരം. ടി വി ഓൺ ഡി ടി, ടി വി ഓൺ ഡൈനിങ് ടേബിൾ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു റിവ്യൂ കം മേക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത്. ഈ ചൂട് കാലഘട്ടത്തിൽ ഒരു തണുത്ത വെള്ളം, ഒരു തണുത്ത ഡ്രിങ്ക്സ് കിട്ടിയാൽ വളരെ നല്ലതായിരിക്കും അല്ലേ? നമ്മളൊരു വാട്ടർ മെലൻ മൊഹിറ്റോ, അതാണ് നമ്മൾ ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത്. വായോ, വാട്ടർ മെലൻ മൊഹിറ്റോ നമുക്കൊന്ന് കുടിച്ചു നോക്കിയാലോ? നല്ല വാട്ടർ മെലൻ്റെ, അതായത് തണ്ണിമത്തങ്ങയുടെ നല്ല ഫ്ലേവർ ഉണ്ട്. കൂടാതെ ആ സോഡയുടെ ഒരു ഇത്, കൂടാതെ മിന്റിന്റെ ഒരു രുചിയൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ വാട്ടർ മെലനിലാണോ ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നത്? നിങ്ങൾക്ക് അറിയുമോ? ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഫ്രൂട്ട് ഏതാണെന്ന് അറിയുമെങ്കിൽ കമന്റ് ഇടുക. ഈ വീഡിയോക്ക് അവസാനം ഞാൻ ഏതാണെന്നുള്ള ആൻസർ നിങ്ങൾക്ക് തരാം. അപ്പൊ ഈ വാട്ടർമെലൻ മൊഹിറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ? വായോ. അപ്പോൾ നമുക്ക് വാട്ടർമെലൻ മൊഹിറ്റോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം ചേരുവകൾ നമുക്ക് പരിചയപ്പെടാം. തണ്ണിമത്തങ്ങ, നാരങ്ങയുടെ ചെറിയ പീസുകൾ, പുതിനയില, ഐസ് ക്യൂബ്, പഞ്ചസാര, സോഡ. ആദ്യമേ ഒരു ഗ്ലാസ് എടുക്കുക. അതിലേക്ക് തണ്ണിമത്തങ്ങ ഏകദേശം ഗ്ലാസിന്റെ പകുതിയോളം മറയുന്ന രീതിയിൽ തണ്ണിമത്തങ്ങ ചെറിയ ക്യൂബിക് പീസുകൾ അതിലേക്ക് ഇടുക. അതിനുശേഷം പുതിനയില, ഒരു നോട് പുതിനയില, പഞ്ചസാര, ഷുഗർ ആവശ്യത്തിന് ഇടുക. അതിനുശേഷം നമുക്കിത് നല്ലപോലെ അമർത്തി ഇതിന്റെ ചാറ് നമുക്ക് ഊറ്റിയെടുക്കണം. നമ്മൾ സ്ക്യൂസിങ് അതിന് ഉപയോഗിക്കുന്നത്, നമ്മൾ ചപ്പാത്തി പലകയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ സ്ക്യൂസ് ചെയ്യാനുള്ള ഉപകരണം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഉപയോഗിക്കാം. അപ്പൊ നമുക്ക് സ്ക്യൂസ് ചെയ്യാം. നല്ലപോലെ അമർത്തി ഇതുപോലെ ചാറ് പുറത്തേക്ക് എത്തിക്കുന്നതാണ്. നല്ല ബലം പ്രയോഗിക്കണം. നല്ല പുതിനയിലയുടെ മണം നമുക്ക് കിട്ടുന്നുണ്ട്. എല്ലാം നമ്മൾ കൂട്ടിയെടുക്കും. നമുക്ക് ഇനി ഇതിലേക്ക് നാരങ്ങയുടെ ചെറിയ സ്ലൈസ് പീസുകൾ ഇതിലേക്ക് ഇടാം. ഏകദേശം 2 എണ്ണം ഇട്ടാൽ മതിയാവും. അതിനുശേഷം ചെറുതായിട്ട് നമുക്കൊന്ന് സ്ക്യൂസ് ചെയ്യാം. നേരത്തെ സ്ക്യൂസ് ചെയ്ത് അത്രയും വേണ്ട, ഇത്തിരി അമർത്തിയാൽ കൈക്ക് വരും. ചെറുതായിട്ടൊന്ന് സ്ക്യൂസ് ചെയ്ത് മതിയാവും. ശേഷം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് സോഡ നമുക്ക് പൊട്ടിച്ചതിലേക്ക് ആഡ് ചെയ്യാം. നല്ലോണം ഇളക്കി കൊടുക്കാം. ശേഷം നമുക്ക് ഐസ് ക്യൂബ്, ആവശ്യത്തിന് തണുപ്പ് ആവശ്യമുള്ളവർക്ക് 2-3 ഐസ് ക്യൂബുകൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. പിന്നെ ഒരു ഭംഗിക്ക് വേണ്ടി നമുക്കൊരു ചെറിയ ലെമൺ ജ്യൂസ് എടുത്ത് ഇതിൽ അലങ്കരിക്കാം. 2-3 പുതിയ ഇലയിലെ കൂടി ഇതിന് മുകളിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മുടെ വാട്ടർ മെലൻ മൊഹിറ്റോ റെഡി. അപ്പോൾ ഈ ഡ്രിങ്ക്സ് തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കൂടാതെ ഞാൻ ഈ വീഡിയോയുടെ ആദ്യം ചോദിച്ച പോലെ ഏറ്റവും കൂടുതൽ വാട്ടർ കണ്ടന്റ് അടങ്ങിയ ഫ്രൂട്ട് ഏതാണ്? അത് വാട്ടർ മെലൺ അല്ല, അത് കുക്കുംബർ ആണ്. ശരിക്കും കുക്കുംബറിൽ 96% വാട്ടർ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. വാട്ടർ മെലണിലാണെങ്കിൽ അത് 92% ആണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ നന്ദി.